ഹലോ ഫ്രണ്ട്സ്, വണ്ടി എക്കോസ്പോട്ടാണ് ഫോർഡിൻ്റെ. വണ്ടി കിലോമീറ്റർ 99,094, ഏകദേശം 1,00,000 കിലോമീറ്റർ ആകാനായി വണ്ടി. അതുപോലെ 2015 മോഡൽ വണ്ടിയാണിത്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് റാക്കിൻ്റെ അവിടെ നിന്ന് ഹെവി നോയ്സും അതുപോലെ തന്നെ ഭയങ്കര ജമ്പിങ് ആണ്. വണ്ടി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു ക്രൂയിസിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി ജമ്പിങ്. അതേ കംപ്ലൈൻ്റ് ആണ് ഇതിനകത്ത് കാണുന്നത്. നല്ലോണം കുലുക്കാണ് വണ്ടി. ഇതിൻ്റെ ഷോക്ക് കംപ്ലൈൻ്റ് ആണ് ഇതിനകത്ത്, ഫ്രണ്ടും ബാക്കും. ഫ്രണ്ട് അത്യാവശ്യം ഷെയ്ക്കേ ഉള്ളൂ, പക്ഷേങ്കിൽ റിയർ വന്നിട്ട് ഹെവി ഷെയ്ക്കാണ്. ബോഡി നല്ല കുലുക്കാണ്, നല്ല മസാജ് കിട്ടുന്ന പോലെയാണ് ആവുന്നത്. ഇതിലൊക്കെ ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. കുടവേറൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റും പൊക്കോളും. അന്നതുപോലുള്ള ഒരു കുലുക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നല്ല ഹെവി നോയ്സ് ഉണ്ട് സസ്പെൻഷൻ്റെ. അത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ആകാൻ വഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിൽ ഇത്രയും സൗണ്ട് വരാൻ സാധ്യത കുറവാണ്. മേ ബി വരാം, പക്ഷേ റാക്ക് ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതിനകത്ത്. അത് ആ ഒരു ഹെവി നോയ്സ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് റോഡ് കംപ്ലൈൻറ്റ്. ഇതിലേതൊരു കംപ്ലൈൻ്റ് ആണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഷോക്കും നമുക്ക് ഇതിലേക്ക് നോക്കണം. എന്താ വെച്ചാൽ അത്രയും ജമ്മിങ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗാരേജിൽ പോയിട്ട് ഒന്ന് നോക്കാം. വണ്ടി കണ്ടോ, കുലുക്കം, നല്ല കുലുക്കാണ് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു റോഡിൻ്റെ ആക്ഷൻ ഒട്ടും തന്നെ ഷോക്ക് ഒബ്സർവർ എടുക്കുന്നില്ല. കംപ്ലീറ്റും നമുക്ക് ബോഡിയിലേക്കാണ് വരുന്നത്, വണ്ടിയുടെ ബോഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ആക്ഷൻ തീരെ ഇല്ലാത്ത പോലെയല്ല, തീരെ ഇല്ല ഇതിനകത്ത്. അത്രയും ഷെയ്ക്കണം, കുലുങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിഫ്റ്റിൽ കയറ്റിയിട്ട് അതിൻ്റെ ഫ്രണ്ട് റിയർ ഷോക്കും അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ആ സൗണ്ടും എന്തായാലും നോക്കാം. ഇരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും ഷേക്കാണ്. ഞാനിപ്പോൾ കിലോമീറ്റർ സ്പീഡ് പറയണത് ഏകദേശം ഒരു 20 കിലോമീറ്റർ സ്പീഡിലേ പോകുന്നുള്ളൂ. അത്രയും പോകാൻ പറ്റുള്ളൂ, അത്രയും കുലുക്കമായത് വണ്ടി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഷെയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ റാക്കിൻ്റെ ബുഷും ഹെവി ആയിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഹെവി നോയ്സ് വരുന്നത്. ബോൾ ജോയിൻറ്റ് പക്ക പോയതാണ്. അതുപോലെ തന്നെ റാക്കിൻ്റെ ബുഷും കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റാക്ക് ഇറക്കിയിട്ട് നമുക്ക് അതിൻ്റെ ബുഷ് ലേത്തിൽ കൊടുത്തിട്ട് റീകണ്ടീഷൻ ചെയ്യാം. ബോൾ ജോയിൻറ്റ് അതുപോലെ നമുക്ക് മാറ്റാം അതിനകത്ത്. എന്തായാലും നമുക്ക് റാക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുക്കാം. ഈ സൗണ്ടാണ് മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ ഷോക്ക് നമുക്ക് മാറണം. അപ്പോൾ എന്തായാലും ഇത് ആദ്യം നോക്കാം. റാക്ക് ഇതിൻ്റെ ഷോക്ക് നമ്മൾ സസ്പെൻഷൻ പറയുന്നത് മാക്പേഴ്സൺ സ്റ്റഡ് ടൈപ്പ് സസ്പെൻഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഈ 2 ബോൾട്ടേ ഉള്ളൂ. ഈ 2 ബോൾട്ടും അതുപോലെ മുകളിലൊരു മൗണ്ടിങ് ബോൾട്ടും ലിങ്ക് റോഡിൻ്റെ ബോൾട്ടും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രേക്കിൻ്റെ ലൈനിൻ്റെ പൈപ്പിൻ്റെ ലൈനിൻ്റെ ഇത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പുറത്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലോവർ ആം ഇതാണ്. ലോവർ ആമിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സസ്പെൻഷൻ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം സസ്പെൻഷൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ 4 പാർട്ടേ വരുള്ളൂ. ഒന്ന് ഷോക്ക്, ലോവർ ആം, സ്റ്റിയറിങ്, അതുപോലെ സ്റ്റെബിലൈസർ. ഇതാണ് സസ്പെൻഷൻ്റെ പാർട്സ് വരുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിലെ എല്ലാ ഭാഗവും നോക്കണം. നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഫ്രണ്ടിലെ ഷോക്കിൻ്റെ കാര്യം ചെയ്യണം, അതിൻ്റെ ബോൾ ജോയിൻറ്റിൻ്റെ കാര്യം ചെയ്യണം ഇതിനകത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഷോക്കും കൂടെ അഴിക്കാം. ഷോക്ക് അഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ആക്ഷൻ കാണിച്ചു തരാം. റിയർ ഷോക്ക് വരുന്നത് ഇതാണ്. ഇതും ആക്ഷൻ കംപ്ലീറ്റും പോയിരിക്കുകയാണ്. അതാണ് അത്രയും കുലുക്കം ഇതിനകത്ത് വന്നത്. ഇത് അഴിക്കാനും മുകളിലൊരു മൗണ്ടിങ് ബോൾട്ടും താഴെ ബോൾട്ടും മാത്രമേ ഇതിനകത്തുള്ളൂ. അത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അത് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ജാക്ക് ലോഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രിങ് താഴത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ടയറൊക്കെ അഴിച്ചിട്ട് വേണം അത് ചെക്ക് ചെയ്യാനായിട്ട്. അത് മാത്രമേ ഇതിലൊരു മേജർ സർവീസും ഉണ്ട്, നമുക്കതും കൂടെ ക്ലിയർ ചെയ്യാം അതിനകത്ത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് അഴിച്ചിട്ട് അതിൻ്റെ വർക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ റാക്ക് സെക്കൻഡ് ഹാൻഡാണ് എടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബുഷ് നമുക്ക് ഇടാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ബോക്സ് നമ്മുടെ അടുത്ത് ഇല്ല. അത് അഴിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് അഴിച്ചാൽ മാത്രം തന്നെ നമുക്ക് റാക്ക് പുറത്തെടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ബുഷ് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ യൂസ്ഡ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ എക്കോസ്പോട്ടിൻ്റെ തന്നെ ഒറിജിനൽ തന്നെ നല്ല റാക്കാണിത്. ഇതിനേക്കാളും എത്രയോ ബെറ്റർ റാക്കാണ് ഇത് വന്നിരിക്കുന്നത്.
ഇതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ ആക്സിഡൻറ്റ് വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്തതാണ്. വേറെ റാക്ക് ഷെയ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബോൾ ജോയിൻറ്റ് മാത്രം ഇതിനകത്ത് ബെൻഡാണ് കണ്ടോ. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ റാക്കാണ് നമ്മൾ ഇനി കയറ്റാൻ പോകുന്നത്. അതുപോലെ 2 സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഇതിനകത്ത് മാറുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ ബെഡ് നല്ലോണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് ക്രാക്കായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫുള്ളായി പോയിരിക്കുകയാണ്. ഈ സൈഡിലൊന്നും എടുത്തില്ല. മൊത്തം പൊട്ടി നിൽക്കുകയാണ്. അത് കംപ്ലീറ്റ് ആടാണ്. അപ്പോൾ നമ്മൾ മൗണ്ടും പുതിയതെടുക്കും ആണ് മൗണ്ട് വരുന്നത്. പിന്നെ നമുക്ക് മൗണ്ടും ഇതിനകത്ത് തന്നെ നമുക്ക് മാറ്റിയിടാം. പോക്ക് കയറിയില്ല. ഇല്ല ഓക്കെ. പിടിച്ച പൊക്കി പിടിക്കും. ഇത് റാക്ക് ഒട്ടും തന്നെ ഷെയ്ക്കില്ല. അതുപോലെ തന്നെ നല്ല പുത്തൻ റാക്കാണുള്ളത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം അല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പിൻ്റെ അംശം ഇതിനകത്ത് ഉണ്ടാവും. ഇത് പക്ക പുത്തൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ റാക്ക് ബുഷും കറക്റ്റാണ്. ഇതിൻ്റെ മെയിനായിട്ട് പ്രശ്നം വരുന്നത് ബുഷ് തന്നെയാണ്. ആ ബുഷ് മാത്രം നോക്കിയാൽ മതി. ഇത് പക്കയാണ്. നമുക്ക് എന്തായാലും ഇതിൽ ഇനിയിപ്പോൾ പുതിയ ബോൾ ജോയിൻറ്റ് സെറ്റ് ചെയ്യാം. അതിനകത്ത് ബോൾ ജോയിൻറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഒരു റബ്ബർ വാഷർ പോലൊരു സാധനമുണ്ട്. അത് കയറ്റിയിട്ട് വേണം ഇടാനായിട്ട്. വലിയ പൈപ്പ് റേഞ്ച് അവിടെ ഞാൻ നോക്കി. നമ്മളിപ്പോൾ ഇതിൻ്റെ ക്രോസ് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൗണ്ടും ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് റിയർ ഷോക്ക് അഴിക്കാനായിട്ടാണ്. റിയർ ഷോക്കിന് ഇതിനൊരു ബോൾട്ട്, മുകളിൽ 2 ബോൾട്ട് ഇവിടെ നിന്നാണ് വരുന്നത്, സൈഡ് വഴി. അതും കൂടെ അഴിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ എക്കോസ്പോട്ടിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് റിയർ ഷോക്ക് മാറി. പിന്നെ അതുപോലെ സർവീസ് ചെയ്തു, ഓയിൽ സർവീസ്, ഫിൽറ്റർ, പിന്നെ ടൈമിംഗ് ബെൽറ്റിൻ്റെയും ഡീസൽ ഫിൽറ്ററിൻ്റെയും ടൈം ആയിട്ടുണ്ട്. പക്ഷേ അതിൽ കസ്റ്റമർ അടുത്ത സർവീസിന് ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3000 കിലോമീറ്റർ ഓടിയിട്ട് വന്നിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, സ്റ്റിയറിംഗ് റാക്ക് അസംബ്ലി യൂസ്ഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വർക്കുകൾ, സസ്പെൻഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നോർമലി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സൗണ്ടും ഇതിനകത്തില്ല. പക്ക സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൗണ്ടോ ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഇതിനകത്തില്ല. അതുപോലെ തന്നെ നേരത്തെ ഭയങ്കര ജമ്പിങ് ആയിരുന്നു. നമ്മൾ നേരത്തെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് വന്ന അതേ റോഡിലാണ് ഇപ്പോഴും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജമ്പിങ്ങോ വൈബ്രേഷനോ ഒന്നും ഇപ്പോൾ ഒരു പൊടിക്ക് പോലും ഇല്ല. എന്താ വെച്ചാൽ ഷോക്കിൻ്റെ ആക്ഷനൊക്കെ പക്കയായി. ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ പക്ക സ്മൂത്ത് തന്നെയാണ്. വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഇപ്പം നമ്മൾ നേരത്തെ വന്ന അതേ റോട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്.
അതേ കിലോമീറ്റർ സ്പീഡിൽ 20-30 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ സ്പീഡ് വേണമെങ്കിൽ ഓടിക്കാൻ കുഴപ്പമില്ല. നേരത്തെ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഷിവറിങ് ആവുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റോഡിൻ്റെ ഷോക്ക് കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ പക്കയാണ്. ഒരു ഷിവറിങ് നമുക്ക് ബോഡിയിലേക്കൊരു ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നോർമൽ ഉണ്ടാകുന്ന ചെറിയൊരു അതെല്ലാ വണ്ടിയിലും ഉള്ളതാണ്. ആ ഒരു വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വേറെ ഷോക്ക് ആക്ഷൻ ഇല്ലാത്ത ഒരു ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ വണ്ടി ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഡെലിവറി ചെയ്യാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.